ശബരിമല യുവതീ പ്രവേശന വിധിയിലെ റഫറൻസിൽ സുപ്രധാന നിരീക്ഷണവുമായി 9-അംഗ ഭരണഘടനാ ബെഞ്ച്. കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസം തെറ്റെന്ന് കോടതിക്ക് എങ്ങനെ പറയാനാകുമെന്ന് ചീഫ് ജസ്റ്റിസ്. സാമൂഹ്യക്ഷേമ പരിഷ്കരണത്തിന്റെ പേരിൽ മതത്തിന്റെ അന്തസ്സത്ത ഇല്ലാതാക്കാനാകില്ല എന്ന് ജസ്റ്റിസ് BV നാഗരത്നയുടെ നിരീക്ഷണം. ശബരിമലയിലെ ആചാരം മതവിഭാഗത്തിന്റെ അവകാശമെന്ന NSSന്റെ വാദത്തോട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിയോജിച്ചു. ശബരിമല വിധിയിലെ റഫറൻസിൽ 4-ാം ദിവസത്തെ വാദം കേൾക്കുന്നതിനിടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷനായ ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണം ഇങ്ങനെ: കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസം തെറ്റെന്ന് കോടതിക്ക് എങ്ങനെ പറയാനാകും? കോടിക്കണക്കിന് ജനങ്ങൾ പിന്തുടരുന്ന മതവിശ്വാസം തെറ്റെന്ന് പ്രഖ്യാപിക്കുന്നതിന് കോടതിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണം. സാമൂഹ്യക്ഷേമ പരിഷ്കരണത്തിന്റെ പേരിൽ മതത്തിന്റെ അന്തസ്സത്ത ഇല്ലാതാക്കാനാവില്ലെന്ന് ജസ്റ്റിസ് BV നാഗരത്ന. നിങ്ങൾക്ക് എന്തും നിയന്ത്രിക്കാം, പക്ഷേ മതാചാരം നിയന്ത്രിക്കാനാവില്ല എന്നാണോ വാദമെന്നും ജസ്റ്റിസ് BV നാഗരത്നയുടെ ചോദ്യം. ശബരിമലയിലെ ആചാരം മതവിഭാഗത്തിന്റെ അവകാശമെന്ന NSSന്റെ വാദത്തോട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിയോജിച്ചു. നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ശബരിമലയിലെ പ്രതിഷ്ഠയെന്ന് ദേവസ്വം ബോർഡ് സുപ്രീംകോടതിയെ അറിയിച്ചു. പ്രതിഷ്ഠയുടെ സ്വഭാവം നിലനിർത്താനാണ് പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകളെ അകറ്റി നിർത്തുന്നത്. ഇത് ഭരണഘടനാപരമായ വിവേചനമായി കാണാനാവില്ല. ക്ഷേത്രത്തിലെ നിയമങ്ങൾക്കും പ്രതിഷ്ഠാ സങ്കല്പത്തിനുമാണ് ആചാരപരമായ പ്രാധാന്യം നൽകേണ്ടതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലപാടെടുത്തു. ശബരിമല വിധിയിലെ റഫറൻസിൽ നാളെയും 9-അംഗ ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.